ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ആ സിസ്റ്റത്തിൽ നമുക്കൊരു ടെസ്റ്റ് ചാർജ് ഉണ്ട്. ടെസ്റ്റ് ചാർജിനെ ക്യാപിറ്റൽ ക്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന് ചുറ്റുമായി കുറേ പോയിന്റ് ചാർജസ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ് ചാർജസ് ടെസ്റ്റ് ചാർജ് ആയിട്ടുള്ള ക്യാപിറ്റൽ ക്യൂവിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് വെക്ടർ F is equal to F1 plus F2 plus F3 plus etc. up to n ചാർജസ് ഉണ്ടെങ്കിൽ പ്ലസ് Fn എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വെക്ടർ F is equal to 1/4πε0 into capital Q into sigma I equal to 1 to n QI by RI square into R cap എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ നിന്നും വരുന്ന മെയിൻ റിസൾട്ട് ഉണ്ട്. അതെന്താണെന്ന് പറയാം. രണ്ട് ചാർജസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയോ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് റിപ്പൾഷനെയോ മറ്റൊരു ചാർജസിന്റെ ഒന്നും തന്നെ സാന്നിധ്യം സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് രണ്ട് ചാർജസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റും മറ്റ് ചാർജസ് ഉണ്ടാകാം. ആ ചാർജസിന്റെ ഒന്നും സാന്നിധ്യം തന്നെ ഇതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയോ റിപ്പൾഷനെയോ സ്വാധീനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ നിന്ന് മനസ്സിലാകുന്നത് പോയിന്റ് ആകുന്നു. നെക്സ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മേഖലയാകുന്നു ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മേഖലയാകുന്നു ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ നടക്കുന്നത്. നമുക്കടുത്തത് സ്പെരിക്കൽ സിമെട്രി എന്താണെന്ന് നോക്കാം. സ്പെരിക്കൽ സിമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ക്യൂ എന്ന് പറയുന്ന ചാർജിനെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു സ്പിയർ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ആ സ്പിയറിന്റെ സർഫസിലുള്ള ഏതൊരു പോയിന്റ് നമ്മൾ എടുത്താലും അവിടുത്തെ എല്ലാം ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അതിനാണ് നമ്മൾ സ്പെരിക്കൽ സിമെട്രി എന്ന് പറയുന്നത്. സ്പെരിക്കൽ സിമെട്രിയുടെ മലയാളം എക്സാമിന് ചോദിക്കാറുണ്ട്, കേരള PSC എക്സാമിലെ ചോദിക്കാറുണ്ട്. ഗോളീയ സമമിതി എന്നതിനെ പറയും. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മേൽ മറ്റൊരു ചാർജ് പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് മേൽ മറ്റൊരു ചാർജ് പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് E is equal to F/Q എന്ന് എഴുതാം. അതിന്റെ ആൻസർ വരുന്നത് E is equal to 1/4πε0 into Q by R square എന്ന് എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ കൂളോം ഇൻവേഴ്സ് ആകുന്നു.